കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ വയനാട് പോലുള്ള ഒരു ദുരന്തത്തിന് ഒരു സഹായം കൊടുക്കേണ്ടത് ഒരു ബജറ്റിലൂടെ ആണോ അല്ലയോ എന്നുള്ളത് ക്വസ്റ്റ്യൻ വേറെയാണ്. അത് ബജറ്റ് വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു വലിയ ഡിസാസ്റ്റർ ആയിരുന്നു. അതിന് ആ പ്രദേശത്തുള്ള മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റിന്റെ മാത്രം ചുമതലയിൽ ചുരുങ്ങേണ്ട ഒരു കാര്യമല്ല. കേന്ദ്രത്തിന്റെ കൂടെ സഹായം ആവശ്യമാണ്. അത് നേരത്തെ പ്രഖ്യാപിക്കാതായിരുന്നു. പക്ഷേ ഈ ബജറ്റിലെങ്കിലും അതുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളം ആവശ്യപ്പെട്ടത് വിഴിഞ്ഞം പദ്ധതിയുടെ അടിസ്ഥാന സൗകര്യ വികസനം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ്. വിഴിഞ്ഞത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും തിരിച്ചടക്കേണ്ടതാണ് എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത് ശരിയാണോ എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. എങ്കിൽ പോലും ഈ വിഴിഞ്ഞം തുറമുഖം നടത്തുന്നത് അദാനി ഗ്രൂപ്പ് ആയതുകൊണ്ട് ആ കൺസിഡറേഷനിലെങ്കിലും ഒരു ഫണ്ട് അലൊക്കേഷൻ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുണ്ടായില്ല. അതുപോലെ GST നടപ്പാക്കിയത് മൂലം കേരളം സവിശേഷമായി അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങൾ, അതുപോലെ കൂടുതൽ കടമെടുക്കാൻ സാധിക്കാത്തതിന് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധി, ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു. അതില്ല. അപ്പോൾ പൊതുവിൽ പ്രതിപക്ഷം ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്നതിനേക്കാൾ കുറെ കൂടെ രൂക്ഷമായൊരു നിലപാട് കേരളത്തോട് കേന്ദ്രം എടുക്കുന്നുണ്ടോ? അതിൻ്റെ പ്രതിഫലനം ഈ ബജറ്റിലുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്, ഒന്ന് കഴിഞ്ഞ ഞാൻ ആദ്യം ഈ നേരത്തെ അനിൽ സൂചിപ്പിച്ച കാര്യത്തിന്റെ തുടർച്ചയായിട്ട് ഞാൻ ഇതിനെ കൊണ്ടുവരാം. ഒന്ന്, ഞാൻ ഈ ബജറ്റിന് തൊട്ട് മുമ്പായിട്ട് ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകളുടെയും ഇക്കണോമിക് തിങ്ക് ടാങ്കുകളുടെയും ഒക്കെ അഭിപ്രായം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വെബ്സൈറ്റിലൂടെ ചോദിച്ചിരുന്നു. അപ്പൊ അതിന് കൊടുത്ത ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു നമുക്ക് ഈ ഒരു ഫെഡറലിസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ബജറ്റിങ്ങിന്റെ ആവശ്യമുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഞാൻ മുന്നോട്ട് വെച്ചിരുന്നത്. ഡിഫറൻഷ്യൽ ബജറ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഗ്ലോബലി ഇപ്പോൾ ഹൈ ഇൻകം കൺട്രി, ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ് ആൻഡ് ലോ ഇൻകം കൺട്രി, ഇങ്ങനെ 3 രീതിയിൽ തിരിക്കുന്നു. അല്ലെങ്കിൽ മുമ്പ് നമ്മൾ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ നോൺ ഡെവലപ്പിംഗ്, ആ രീതിയിലുള്ള ഇതുണ്ടായിരുന്നു. ഇതേ രീതിയിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ തരംതിരിച്ച് ആ ഓരോരുത്തർക്കും വേണ്ട അവരുടേതായിട്ടുള്ള പ്രത്യേകമായ സവിശേഷമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ആ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താനുള്ള രീതിയിലാണ് ഈ ഫെഡറൽ ബജറ്റ് വരേണ്ടത്. ഫെഡറൽ ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെന്റിന്റെ കൺട്രോളിലുള്ള ഏതാനും ഡിപ്പാർട്ട്മെന്റുകളുടെ ബജറ്റുകൾ മാത്രമാവരുത്. ആ ഡിപ്പാർട്ട്മെന്റുകൾ ഓരോ സംസ്ഥാനങ്ങളിലും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ആ പ്രവർത്തനത്തിൽ തമിഴ്നാടിനെയും ഒരുപോലെ കാണാൻ കഴിയും, അല്ലെങ്കിൽ കേരളത്തിനെയും അസമിനെയും ഒരുപോലെ കാണാൻ കഴിയും. കേരളവും ബീഹാറും ഒന്നല്ല, കേരളവും ഉത്തർപ്രദേശും ഒന്നല്ല. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. അവർക്ക് ആ സ്കെയിൽ വളരെ പ്രധാനമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. ഇപ്പൊ കേരളം ഇന്ന് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനവുമായിട്ട് താരതമ്യപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് വളർന്നിട്ടുള്ള സംസ്ഥാനമാണ്. ബൗദ്ധികമായും മാനവ വികസനപരമായും അങ്ങനെ പല സാമൂഹ്യമായും ഒക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യങ്ങൾ, കേരളത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾ അതിനനുസരിച്ച് അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ വിഴിഞ്ഞമൊക്കെ ആ ക്രോണി ക്യാപിറ്റലിസ്റ്റിന്റെ സമയത്ത് പോലും അത് കേരളമായതുകൊണ്ട് പിന്നെ വിഴിഞ്ഞത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്, അതിൽ പലതരം ചർച്ചകളും നടക്കുന്നുണ്ട്, അതങ്ങനെ നിൽക്കട്ടെ. പക്ഷെ വയനാട് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അത് ബജറ്റിൽ വരേണ്ടതേ അല്ല. അത് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കൃത്യമായ അധികാര പരിധി കിടക്കുന്ന ഒരു സംഗതിയാണ്. അവരുടെ കയ്യിൽ അതിനുള്ള പണവും ഉണ്ട്. ഈ പണം ഉണ്ടായിട്ട് പോലും ഇത് എവിടെയാണ് പണം പോവുക, എവിടെയാണ് പണം ചെലവാക്കപ്പെടുക, എവിടെയാണ് പിന്നെ അത് പോവാതിരിക്കുക എന്നുള്ളത്. അപ്പൊ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ പ്രത്യേകിച്ചും കേരളത്തിലെ പല പ്രശ്നങ്ങളോടും മുമ്പ് നമ്മൾ പലപ്പോഴും ഉണ്ടാവാറുള്ളത് കേന്ദ്രത്തിലെ ഗവൺമെന്റും കേരളത്തിലെ ഗവൺമെന്റും 2 തലത്തിലുള്ളതായതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തന്നെ കേരളത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുവിധം ഒരുമിച്ച് നിൽക്കാവുന്ന ഒരു സ്ഥിതി മുമ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നമുക്ക് കേരളത്തിന് വേണ്ടി സംസാരിക്കാവുന്ന, കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണപക്ഷ പിന്നെ പ്രതിനിധികൾ പോലും, അല്ലെങ്കിൽ കേരളത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പോലും കേരളത്തിനെതിരായി സംസാരിക്കുന്ന ഒരു സ്ഥിതി, അത് ഒരു ഫെഡറലിസത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിന്റെ ഒരു മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അത് ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഫിനാൻസ് കമ്മീഷന്റെ ക്രൈറ്റീരിയയിൽ വരുന്നത് മുഴുവൻ അത് ഈ GST എന്നുള്ള അല്ലെങ്കിൽ മറ്റു വരുമാനങ്ങളിൽ നിന്നുള്ള ഒരു വലിയ പങ്ക് സംസ്ഥാനങ്ങളിലേക്ക്, പഞ്ചായത്തുകളിലേക്കും ഒക്കെ അത് വിഭജിക്കുന്ന സമയത്ത്
കേരളത്തിന് കിട്ടേണ്ടതായ പണം കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് നേരത്തെ അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കരുത് എന്നല്ല, പക്ഷെ കേരളത്തിന് കിട്ടേണ്ടതായ അല്ലെങ്കിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അപ്പൊ അവിടെ കേരളത്തിലെ പഞ്ചായത്തുകൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളെ ഗൈഡ് ലൈനിൽ വെച്ചുകൊണ്ട് ഇതാണ് നിങ്ങൾ 50% പൈസ ഇതിനു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നതോടുകൂടി ആ പണം ഉപയോഗിക്കാൻ കഴിയാത്തതായി മാറുകയാണ്. അപ്പൊ ഫിനാൻസ് കമ്മീഷൻ പോലും കേരളത്തിനെ ഡിസേബിൾ ആക്കുന്ന ഒരു സ്ഥിതിയാണ്. അത് കേരളം മാത്രമല്ല, കേരളത്തെ പോലെ പല കാര്യങ്ങളിലും അത്യാവശ്യം അഡ്വാൻസ്മെന്റ് കൈവരിച്ച പല സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട്. അത് പൊളിറ്റിക്കലുമാണ്, ഇക്കണോമിക്കുമാണ്, രണ്ടുമാണ്. അപ്പൊ ഈ പൊളിറ്റിക്കലായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളും കേരളം ഈ ബജറ്റ് സമയത്ത് നേരിടുന്നുണ്ട്. അതുപോലെ വളരെ ഇക്കണോമിക് ആയിട്ടുള്ള നമ്മൾ സാമൂഹ്യമായും സാംസ്കാരികമായും സാമ്പത്തികമായും കൈവരിച്ചിട്ടുള്ള പല നേട്ടങ്ങളും നമ്മുടെ പിന്നെ ഇന്ത്യ എന്ന രാജ്യത്തിനകത്തെ ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നേറ്റത്തിന് സഹായിക്കുന്നതിന് പകരം നമ്മളെ പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ വികസനത്തിന് ഡിസിൻസെന്റീവ് ആയിട്ട് സാമ്പത്തിക വികസനം മാറുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും.